പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ട മിനിസ്ട്രീസ് ഡെയിലി ബ്രെഡിലേക്ക് സ്വാഗതം. 2024 മെയ് 2 സാർവത്രിക സഭ വിശുദ്ധ ബലിമധ്യേ പ്രഘോഷിക്കുന്ന തിരുവചനങ്ങൾ. അപ്പോസ്തല പ്രവൃത്തികൾ 15-ാം അധ്യായം 7 മുതൽ 21 വരെയും, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 9 മുതൽ 11 വരെയും തിരുവചനങ്ങൾ. ഈശ്വരനും പ്രിയപ്പെട്ടവരെ, ഏവർക്കും ക്രിസ്തുവിൽ സമാധാനവും കൃപയും. ഒരു വെല്ലുവിളി പോലെ വചനം ഇന്ന് നമ്മോട് പറയുന്നു, പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചു, നിങ്ങളെൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. കേൾക്കുമ്പോൾ വളരെ എളുപ്പമുള്ളതും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രയോഗക്ഷമവുമായൊരു കാര്യമാണ് ക്രിസ്തു നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതെന്ന് തോന്നുന്നു. ജീവിതത്തിൻ്റെ സാധാരണത്വത്തിലേക്ക്, ജീവിത യാഥാർത്ഥ്യത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഒട്ടുമേ എളുപ്പമല്ലാത്ത, ദുർഘടം പിടിച്ച ഒരു വഴിയാണ് സുവിശേഷം തുറക്കുന്നത്. സ്നേഹിക്കുക എന്ന് പറയാൻ എളുപ്പമാണ്. ആ സ്നേഹത്തിൽ നിലനിൽക്കുക എന്ന് പറയുന്നത് തുലവും ക്ലേശകരമാണ് എന്ന് മാത്രമല്ല, നിരന്തരമായ പ്രതികൂലങ്ങളെ നേരിടേണ്ട ഒരു വഴി കൂടിയാണത്. പിതാവ് യേശുവിനെ സ്നേഹിച്ചു എന്ന് അവിടെ നിന്ന് പറയുമ്പോൾ നാം കാണുന്നത് ജീവിത പ്രയാസങ്ങൾക്ക് നിരന്തരമായി ക്രിസ്തുവിനെ കൈവിടുന്ന ഒരാളാണ് പിതാവ്. യേശുവിൻ്റെ ജനനം മുതൽ കുരിശുമരണം വരെയുള്ള ജീവിതം സാമാന്യന ക്ലേശങ്ങളുടെയും കഷ്ടങ്ങളുടെയും പീഡകളുടെയും ഒരു ലോകമാണ്. സാമൂഹ്യമായി അംഗീകരിക്കപ്പെടാത്ത അവസ്ഥയും, ജീവിതം നേരിടുന്ന വെല്ലുവിളികളും, നിലനിൽക്കാൻ വേണ്ടിപ്പെടുന്ന പ്രയാസങ്ങളും, ജീവൻ നിലനിർത്താൻ ഓടേണ്ടി വരുന്ന അവസ്ഥയും ഒക്കെ ചേർന്ന് ക്ലേശകരവും കഠിനമായ പീഡകളിലൂടെ ഒടുവിൽ കുരിശുമരണത്തിലെത്തുന്നത് വരെയുള്ള ജീവിതാനുഭവങ്ങൾ. സ്നേഹിതൻ ഒറ്റുന്നു, സ്നേഹിതർ തള്ളിപ്പറയുന്നു, കൂടെയുള്ളവർ ഓടിപ്പോകുന്നു. നിരന്തരമായ ജീവിത വേദനകളാണ് ക്രിസ്തുവിൻ്റെ ജീവിതം മുമ്പോട്ട് വയ്ക്കുന്നത്. അങ്ങനെ ഒരു ജീവിതം ക്രിസ്തുവിന് നൽകുന്ന പിതാവ് ക്രിസ്തുവിനെ സ്നേഹിച്ചു എന്നാണ് ക്രിസ്തുവിന് അനുഭവപ്പെടുക. പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. യേശുവിനായിത്തീരുമ്പോൾ യേശുവിൻ്റെ സ്നേഹം അനുഭവിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന ക്ലേശാനുഭവങ്ങളെ, പീഡകളെ, അപമാനങ്ങളെ, നിന്ദനങ്ങളെ ഒക്കെ ക്രിസ്തുവിൽ നിന്ന് സ്വീകരിക്കാനും അവയെല്ലാം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ പങ്കുകാരാകാനുള്ള അവസരങ്ങളായി തിരിച്ചറിയാനും നമുക്ക് കഴിയണം. ഇത് എളുപ്പമുള്ള കാര്യമല്ല. അവൻ്റെ സ്നേഹാനുഭവത്തിലേക്ക് പ്രവേശിക്കാതെ അല്ലെങ്കിൽ അവനിൽ ജീവിതത്തെ കണ്ടുമുട്ടാതെ ഒരാൾക്കത് ചെയ്യാൻ സാധ്യമല്ല. എങ്ങനെയാണ് ക്രിസ്തു സ്നേഹത്തിൽ നിലനിന്നത്? പിതാവായ ദൈവത്തിൻ്റെ സ്നേഹാനുഭവത്തിൽ ക്രിസ്തു നിലനിൽക്കുന്നത് പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ടാണ്. പിതാവിൻ്റെ കൽപ്പന സ്നേഹിക്കുക എന്നുള്ളതാണ്. അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കാനായി ക്രിസ്തു തന്നെ സമർപ്പിക്കുകയും അവിടുത്തെ പ്രതി സകലത്തെയും സ്നേഹിക്കുകയും എല്ലാവർക്കും വേണ്ടി ബലിയാകുകയും ചെയ്യാൻ ഹൃദയമുറപ്പിക്കുന്നു. അങ്ങനെ കൽപ്പന പാലിച്ചാൽ ദൈവം നമുക്ക് നൽകുന്ന ജീവിതാവസ്ഥകളെ ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ട് ദൈവത്തോട് നന്ദിയുള്ളവരായി നമുക്ക് മാറാൻ കഴിഞ്ഞാൽ നിങ്ങളെൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. അപ്പോഴാണ് എൻ്റെ സന്തോഷം നിങ്ങളിൽ കൂട്ടിക്കൊള്ളുക, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുക. നമ്മുടെ സന്തോഷം പൂർണ്ണമാകണമെങ്കിൽ, നമ്മുടെ സന്തോഷം നിലനിൽക്കണമെങ്കിൽ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ സന്തോഷത്തിൽ നാം നിലകൊള്ളണമെങ്കിൽ നാം ഇപ്രകാരം ജീവിതാനുഭവങ്ങളെ സ്വീകരിക്കുന്നവരായിട്ട് മാറണം. അതല്ലാതെ ആചാരങ്ങളും പാരമ്പര്യങ്ങളും ജീവിത സമ്പ്രദായങ്ങളും ഒക്കെ പാലിക്കാനുള്ള വ്യഗ്രതയിലും മതപരമായ കാഴ്ചപ്പാടുകളുടെ സങ്കുചിതത്വങ്ങളിലും നാം നിന്നുപോയാൽ ഈ സ്നേഹത്തിലേക്കുള്ള പ്രവേശനം നിഷേധിക്കപ്പെടും. നമുക്ക് അവരെ സ്വീകരിക്കാൻ പറ്റാതെ ആകും. ജീവിതത്തിൽ നമുക്ക് ആനന്ദം അനുഭവിക്കാൻ കഴിയാതെ പോകും. കഷ്ടതയുടെയും ക്ലേശങ്ങളുടെയും ഞെരുക്കങ്ങളുടെയും അപമാനത്തിൻ്റെയും പീഡകളുടെയും കുരിശുമരണത്തിൻ്റെയും ജീവിതാനുഭവങ്ങളെ ക്രിസ്തുവിൽ നിന്ന് സ്വീകരിക്കാനും, ക്രിസ്തു എപ്രകാരമാണോ പിതാവിൻ്റെ കരങ്ങളിലേക്ക് സ്വയം അർപ്പിച്ചത് അപ്രകാരം അർപ്പിച്ചുകൊണ്ട് പ്രതിനന്ദിയായി ജീവിക്കാനും നമുക്കാകുമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ സന്തോഷം നമുക്ക് അനുഭവിക്കാൻ കഴിയും. നാം ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ സാക്ഷികളായി തീരുകയും ചെയ്യും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.